ഫുട്ബോൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ വളരെയധികം ചെറിയ ചെറിയ ടീം പ്രൊഫഷണലായിട്ട് തുടങ്ങി വരുന്നുണ്ട്. അവർക്ക് അതിലൂടെ കളിച്ചു വരാൻ ഒത്തിരി പ്ലേയേഴ്സിന് ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ 1-2 ടീമല്ലാതെ വേറെ ടീമുകളില്ലായിരുന്നു അവർ പെർഫോം ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊല്ലം തൊട്ട് സന്തോഷ് ട്രോഫിയിൽ സീനിയർ താരങ്ങൾ അധികം പ്ലേയേഴ്സില്ലാതെ ഇപ്പോൾ ജൂനിയർ താരങ്ങൾക്കൊക്കെ കൂടുതലും ചാൻസ് കിട്ടുക. അത് തന്നെ ആകുമ്പോൾ നമുക്ക് നാഷണൽ തലത്തിൽ പുറത്തുള്ള ക്ലബ്ബുകൾക്കെല്ലാം നമ്മളൊരു നോട്ടപ്പുള്ളിയാകാൻ നല്ലൊരു പെർഫോമൻസ് അവരുടെ മുന്നിൽ കാഴ്ചവെക്കാൻ ഒരു അവസരം അതിൽ ലഭിക്കുകയാണ് എല്ലാ കളിക്കാനും. പ്രദീപ് ശരിക്കും ഞാനൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കോച്ചായിരുന്ന കാലത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് കളിക്കാരെ മാറ്റം വരുത്തി ഒരു പുതിയ ടീം വീണ്ടും യങ്സ്റ്റേഴ്സിനെ കൊണ്ട് രൂപീകരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയ സമയത്ത് ഞാൻ ഏലൂർ അണ്ടർ-19 കോച്ചിങ് ക്യാമ്പിൽ പോയിട്ടാണ് പ്രദീപിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ ആ പ്രദീപ എന്ന് പറഞ്ഞ വ്യക്തിയെ കൂടുതലായിട്ട് നല്ലൊരു കളിക്കാരനാണ് നജീബിൻ്റെ കയ്യിൽ കിട്ടിയാൽ നന്നാവുമെന്ന് പറഞ്ഞത് കോച്ച് ഭരതനാണ്. പക്ഷേ എനിക്ക് കണ്ട സമയത്തും ആ കൊച്ചു കുട്ടിയാണ്, മറ്റുള്ള കുട്ടികളിൽ നിന്ന് കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടി എന്ന നിലക്ക് ഞാൻ കോച്ച് പറഞ്ഞതും ഏകദേശം ആ കളിയിൽ നിന്ന് നോക്കിയ സമയത്ത് നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആളെ ടീമിലേക്ക് സെലക്ട് ചെയ്യാണ് ചെയ്തത്. ഫുട്ബോൾ കരിയറിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ എസ് ബി ടിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ നമ്മുടെ എസ് ബി ടി കോച്ച് NN നജീബ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം തന്നെ തികഞ്ഞും ഒരു ഫുട്ബോളറാക്കി തീർത്ത് പ്രൊഫഷണൽ കളിക്കാനുള്ള ഇതിൽ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ പ്രൊഫഷണൽ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്നത്. ഈ സന്ദർഭത്തിലൊക്കെ പിന്നീടാണ് ഞാൻ പ്രദീപിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന്, അതുമാത്രമല്ല ഒരു ഇടുക്കി ജില്ല ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു കളിക്കാരൻ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് അത് പിന്നീട് മനസ്സിലാക്കിയത് വളരെ ഉൾനാടൻ പ്രദേശത്താണെങ്കിലും അതിന് സലീം കുട്ടി എന്ന് പറഞ്ഞ കോച്ചിൻ്റെ സഹായമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പിന്നെ ഈ അണ്ടർ-19 വരെ എത്തിയത്. അതുകൊണ്ട് സലീം കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ കൊണ്ടുവരുന്ന ആ സന്ദർഭങ്ങളിൽ. പിന്നീട് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ പിന്നെ മറ്റൊരു പൊസിഷനിലേക്കാണ് പിന്നെ കളിക്കാരൻ വരേണ്ടത്. കാരണം SPT സംബന്ധിച്ചിടത്തോളം SPT കളിക്കുന്ന സമയത്ത് അന്ന് SPT നന്നായിട്ട് നാഷണൽ ലീഗും മറ്റും കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ടീം, എല്ലാം നല്ല നല്ല സീനിയർ പ്ലേയേഴ്സ്. പക്ഷെ ആ കൂട്ടത്തിലേക്ക് ഈ കളിക്കാരനെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. ഇപ്പോൾ കറണ്ടായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് NP പ്രദീപ്. കാരണം ഒരു 22-21 വയസ്സിൽ തന്നെയാണ് അദ്ദേഹം അണ്ടർ-21 ഇന്ത്യൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും പിന്നെ ആ ഒരു ടൂർണമെൻറ്റിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാണിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം കേരളത്തിന് വേണ്ടി ഒരുപാട് സന്തോഷ് ട്രോഫിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഏത് പൊസിഷനിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ നമുക്ക് കിട്ടുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും. ഇപ്പോൾ ജോ പോളഞ്ചേരി എന്ന ഫുട്ബോൾ പ്ലെയറിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഓൾറൗണ്ടിങ് ഫുട്ബോൾ പ്ലെയർ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഞാൻ എപ്പോഴും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ദൈവം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പിന്നെയുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ ഭയങ്കര ഇതാണ്, എനിക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തു. ഈ ഒരു സാഹചര്യം വളരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ലോ സ്റ്റാൻഡേർഡിൽ നിന്ന് വന്നിട്ടാണ് അദ്ദേഹം ഇത്രയും ഉയർച്ചയിലെത്താൻ കാരണം. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കും പിന്നെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും എല്ലാം കൂടി ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു ഫുട്ബോൾ ഇന്ത്യയുടെ ഭാവി തന്നെ പ്രദീപിൻ്റെ കയ്യിലായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പ്രദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കളിച്ചു നിൽക്കുന്നത് നമ്പർ 1 പ്ലെയറാണ്. മഹേന്ദ്രൻ്റെ ഏത് പൊസിഷന് കളിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് പ്രദീപ്. ഇപ്പോൾ ഇന്ത്യൻ്റെ അടുത്ത ക്യാപ്റ്റൻസി ബൈസിം പുട്ടിയ പോയ അടുത്ത സീനിയോറിറ്റി ഉള്ളൊരു പ്ലെയർ പ്രദീപാണ്. ഞാൻ കോളേജിൽ കേരള കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ 2 ടീം ഇട്ടാൽ പോലും ഒരു ഇതില്ല, ഒരു ടീമിൽ ഉൾപ്പെടാത്ത രീതിയിലാണ്. അതിനുശേഷം ഞങ്ങൾ യൂണിറ്റി സോക്കർ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ വന്നു, തൊടുപുഴ. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ കരിയർ ചേഞ്ച് ആയത്. ഇതിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു ലക്ഷ്യത്തിനെത്തുന്ന ലക്ഷ്യബോധം ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഒരു അറിയപ്പെടുന്ന വിജയേട്ടനെയും ഗോപാലേട്ടനെ മാതിരിയൊക്കെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്തു.
എക്സ്പീരിയൻഡ് ആയിരുന്നപ്പോൾ അതിനുശേഷം അവരോടെല്ലാം അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ എക്സ്പീരിയൻഡ് ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് പ്രൊഫഷണലായിട്ട് കളിക്കാൻ ഇറങ്ങിയത്. ഞാൻ പ്രദീപിനെ കണ്ടുമുട്ടുന്നത് ഇടുക്കിയിൽ കോച്ചായിട്ടിരിക്കുമ്പോഴാണ്. പ്രദീപിൻ്റെ എല്ലാ ഉന്നമനത്തിനും കാരണം പഴയ സന്തോഷ് ട്രോഫി കളിക്കാരനായ സലീംകുട്ടി എന്ന് പറയുന്ന കളിക്കാരനായിരുന്നു. ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആ കളിക്കാരന് കൊടുത്താൽ നന്നായി കളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും പ്രദീപിനുണ്ടായിട്ടില്ല. പ്രദീപ് പൊതുവേ കളിക്കുന്ന സമയത്ത് പറയാതെ തന്നെ ഇറങ്ങിയിട്ട് അയാളുടെ റോളുകൾ വളരെ കൃത്യമായി ചെയ്യുന്ന വ്യക്തിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അയാളുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രധാന ഘടകങ്ങളാണ്. പിന്നെ പൊസിഷനൊന്നുമില്ല, ഗോൾ കീപ്പർ ഒഴിച്ച് പ്രദീപ് ഏത് പൊസിഷൻ വേണമെങ്കിൽ കളിക്കും. എൻ്റെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയത് ഈ ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങിയിട്ട് നെഹ്റു കപ്പ് കഴിഞ്ഞോണ്ട് കൂടിയാണ്. അതിന് ഈ ബോബൂട്ടൻ വന്നതിന് ശേഷമാണ് ഇത്രയും ഞാൻ അതുവരെ ഇന്ത്യൻ ടീമിൽ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചിട്ടില്ല. അദ്ദേഹം വന്നതിന് ശേഷം എനിക്ക് മിഡ്ഫീൽഡിൽ കളിക്കാൻ ചാൻസ് കിട്ടി. ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഒത്തിരി സ്കോറും ചെയ്തിട്ടുണ്ട്. പുതിയ കളിക്കാർ പ്രദീപിനെ നോക്കി വളരെയധികം പഠിക്കാനുണ്ട്. ആ ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ നിന്ന് വളർന്നു വന്ന പ്ലെയറാണ്. അതിന് ഇടുക്കി ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനോടും പ്രത്യേകിച്ച് പേരെടുത്ത് ഞാൻ പറയാം, പഴയ കളിക്കാരനായ സലീംകുട്ടിയോടും പ്രദീപ് കടപ്പെട്ടിരിക്കുന്നു. ഏഷ്യ കപ്പിൽ ഒരു മികച്ച പെർഫോമൻസ് നടത്തി ഏഷ്യ കപ്പ് ഇന്ത്യയിൽ എത്തിക്കുക എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. ഏഷ്യ കപ്പിന് വേണ്ടി ഇത് ചെയ്യുക എന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള അതൊരു വേൾഡ് കപ്പ് മാതിരിയാണ്. പൊതുവെ മറ്റുള്ള കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് ഒരു കളിയുടെ സമയത്ത് ഈ കിട്ടിയ സമയങ്ങളൊക്കെ വെറുതെ സംസാരിച്ചിട്ടും കളിച്ചിട്ടും കളയുന്ന ഒരു സ്വഭാവം കളിക്കാർക്ക് പൊതുവേ ഉണ്ട്. അതൊക്കെ ഇല്ലാതെ തന്നെ അവർ നല്ല രീതിയിൽ അതൊക്കെ കാര്യമായി എടുക്കുകയും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ വളർച്ച. നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമ എന്ന് വേണമെങ്കിൽ പറയാം പ്രദീപിനെ. അധികം സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പ്രാക്ടീസ് അവൻ്റെ കാര്യം അവൻ കറക്റ്റായിരിക്കും എല്ലാം കൊണ്ടും. ഇന്ത്യൻ ടീമിന് വേണ്ടി നിർണായകമായ ഘട്ടത്തിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അതൊരു പ്ലെയറെ സംബന്ധിച്ചോളം ഇപ്പോൾ IM വിജയന് ശേഷം അല്ലെങ്കിൽ വേറെയുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിന് ശേഷം ഇപ്പം എടുത്തു പറയാവുന്നൊരു പ്ലെയറായി മാറിക്കഴിഞ്ഞു NP പ്രദീപ്. ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് NP പ്രദീപ്. കുറേ പ്ലേയേഴ്സിനെ പഴയ കളിക്കാരെ കുറേ പേരെ ഇഷ്ടമാണ്. സിദാൻ്റെ കളി, അങ്ങനെ കുറേ സ്റ്റീവൻ ജെറാർഡ്, ഡേവിഡ് ബെക്കാം, അങ്ങനെ കുറേ പ്ലേയേഴ്സിൻ്റെ കളികൾ ഇഷ്ടമാണ്. പക്ഷെ അവരെ റോൾ മോഡലായിട്ട് തിരഞ്ഞെടുക്കുന്നത് മഹേന്ദ്രലാൽ കളിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 ടീമിനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളൊക്കെ ഉപരി പോകണമെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കയറിപ്പോകും. അവിടെ കയറി ചെന്ന് അവിടെ ഒന്ന് പരിശ്രമിക്കേണ്ടതൊരാവശ്യമാണ്. അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതലായിട്ട് പ്രദീപിന് എവിടെയെങ്കിലൊക്കെ ചെന്ന് വിടാൻ കഴിയും. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് മുമ്പ് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. കാരണം അതിന് അദ്ദേഹത്തിനുള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. കാരണം ഒരു പവർ ഗെയിമാണ് അത് കളിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് പൊതുവേ ഇല്ലാത്ത സ്ഥിതിക്ക് പ്രദീപിനതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലുള്ള അവിടെയുള്ള ഏതെങ്കിലും ചെറിയ ടീമുകൾക്ക് ആദ്യമായിട്ട് സൈൻ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂറോപ്പിൽ കളിക്കുക എന്ന് പറഞ്ഞ ഏതൊരു ഇന്ത്യയിലെ പ്ലേയേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പ്ലേയേഴ്സ്. പക്ഷേ ഇതുവരെ ഒന്നും അതിൽ ആയിട്ടില്ല. കേരളത്തിന് പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് പ്രദീപ്. പിന്നെ ഇവിടെ SBT ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് പൊസിഷനും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് NP പ്രദീപ്. ഇന്ത്യക്ക് വേണ്ടി ഇനിയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. അതിനുശേഷം ഒരു ചെറിയ എവിടെയെങ്കിലും ഒരു അക്കാഡമി മാതിരി തുടങ്ങാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.